ഈ പ്ലാൻ ബോർഡിൽ നിൽക്കുന്ന സമയത്ത് പലതും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വേഗം പോരാന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇതിനകത്ത് പലപ്പോഴും മിനിസ്റ്റേഴ്സിനൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. നമ്മളിപ്പോൾ സിനിമയിലൂടെയൊക്കെ മനസ്സിലാക്കും പോലെ അല്ല, ശരിക്കും സത്യം അതല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു കുറച്ചുകൂടി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ആ പൊസിഷൻ വേറൊന്നും മാറിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇത് വേഗത്തിലാക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരനായതുകൊണ്ടോ ഭരണത്തിലേക്ക് ഞാൻ വന്നതുകൊണ്ടോ മാറ്റാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഇതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളിലേക്ക് ചില ചിന്തകളും ആശയങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭരണ സംവിധാനം പരിഷ്കരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അടിമുടി പരിഷ്കരിക്കേണ്ടതുണ്ട്. റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കുക. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സാധാരണക്കാരെ പോലെയല്ല, ഒരു സ്വകാര്യ സംരംഭകനെ പോലെ പോലുമല്ല, അതിനേക്കാളൊക്കെ ഏറെ പ്രിവിലേജ്ഡായ ആളുകളാണ് അല്ലേ. അത്യാവശ്യം നല്ല ശമ്പളം, നല്ല സോഷ്യൽ സെക്യൂരിറ്റി, നല്ല പെൻഷൻ, ജീവിതത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാത്ത രീതിയിലാണ് ബഹുഭൂരിപക്ഷവും സർക്കാർ ഉദ്യോഗസ്ഥർ ജീവിക്കുന്നത്. പക്ഷെ അവർ സമൂഹത്തോട് എത്ര ഉത്തരവാദിത്വം പുലർത്താറുണ്ട്? പകരം ഇവർക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരു സ്റ്റേറ്റ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ടാർഗറ്റുകൾ കൊടുക്കണ്ടേ? അവർക്ക് ഉത്തരവാദിത്തങ്ങൾക്ക് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ അവരിൽ നിന്ന് മേടിക്കണ്ടേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കൃഷി ഓഫീസർ ഉണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസർമാരുണ്ട്. കൃഷി ഓരോ വർഷവും താഴോട്ട് പോവുകയാണെന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഒരു പഞ്ചായത്തിൽ കൃഷി ഏത് കൃഷിക്കാണ് അനുയോജ്യമെന്ന് പഠനം നടത്തിയിട്ടുണ്ടോ? അവിടെ ഏതൊക്കെ കൃഷികൾ നടത്തിയാൽ നല്ല വിളവ് കിട്ടും, എത്ര കർഷകർ അവിടെ ഇപ്പോഴും കൃഷി ചെയ്യാൻ തയ്യാറുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡേറ്റാബേസ് ഇവർ ശേഖരിച്ചിട്ടുണ്ടോ? അങ്ങനെ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഏതൊക്കെ ഉൽപ്പന്നം നമുക്ക് ഒരു വർഷം എത്ര ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളൊരു കണക്ക് വെച്ചിട്ട് അത് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു ടാർഗറ്റ് ഈ കൃഷി ഓഫീസർക്ക് കൊടുത്തുകൂടെ? ഒരു വർഷം ഇത്ര കാർഷിക ഉൽപ്പാദനം നിന്റെ ഏരിയയിൽ വരുത്തിയിരിക്കണം എന്ന ടാർഗറ്റ് കൊടുക്കുകയും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുത്തോളൂ. ഇതേപോലെ തന്നെ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുണ്ട്. നമ്മളിന്നൊരു സംരംഭം ആരംഭിക്കണമെങ്കിൽ ഈ പഞ്ചായത്ത് തോറും കയറി ഇറങ്ങുക പലരും അല്ലേ. അതിൻ്റെ പെർമിഷൻ കിട്ടുന്നില്ല, അതിനുവേണ്ടി ഒരു ആത്മഹത്യ വരെ നടക്കുന്ന നാടാണ് ഇവിടെ. പെർമിഷൻ കിട്ടാതെ ഒരു സംരംഭം തുടങ്ങാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു വർഷം മിനിമം 3 സംരംഭങ്ങൾ നിന്റെ പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കണം എന്ന ടാർഗറ്റ് കൊടുത്തുകൂടെ? അപ്പോൾ ഈ സംരംഭത്തിൻ്റെ പുറകെ ഇവർ പോവില്ലേ? വരൂ പ്ലീസ്, എൻ്റെ പഞ്ചായത്തിൽ ഒരെണ്ണം തുടങ്ങും. ഇത് നേരെ തിരിച്ചായതുകൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ. അപ്പോൾ ഈ ഭരണ സംവിധാനത്തെ പൊളിച്ചു മാറ്റണം, പൊളിച്ചെഴുതണം, സിസ്റ്റം മാറ്റണം. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ഇവരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവേശങ്ങളും ഉണ്ട്. ആദ്യത്തെ വർഷത്തെ ആവേശം 3ാമത്തെ വർഷവും 4ാമത്തെ വർഷമായപ്പോൾ ഇല്ല. അവർ പറയുന്നത് ഇതൊന്നും നടക്കില്ല എന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ കണ്ടമാനം ഡിലേ ഉണ്ടാക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മേലെ അടയിരിക്കുകയാണ്. ഇത് എത്രയോ ഉദ്യോഗസ്ഥർ എത്ര തട്ടുകളായിട്ട് ഇത് പ്രോസസ്സ് ചെയ്തു വന്നാലാണ് ഒരു ഫയലിൻ്റെ കാര്യം ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്തുന്നത്. ചില മന്ത്രിമാർക്ക് അതിനെക്കുറിച്ച് വലിയ വിഷനില്ലായ്മയുടെ പ്രശ്നമുണ്ട്. പക്ഷേ വിഷനുള്ളവരും പ്രാപ്തിയുള്ളവരുമായ ധാരാളം മന്ത്രിമാരുണ്ട് നമുക്ക്. പക്ഷേ ഈ തടസ്സം ഉണ്ടാകുന്നത് പലതും ഈ ഉദ്യോഗസ്ഥ സംവിധാനം, ഉദ്യോഗസ്ഥരെല്ലാം മോശക്കാരായതുകൊണ്ടല്ല, അവരെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം അല്ല ഉള്ളത്. കൂടാതെ ഏതെങ്കിലും കാര്യങ്ങളിൽ കർശനമായ ഒരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവരുടെ വലിയൊരു സംഘടനാ ബലം കൊണ്ട് അതിനെ അങ്ങ് തകർക്കുകയും ചെയ്യും. അവർക്ക് നാടിനോടുള്ളതിനേക്കാൾ പ്രതിബദ്ധത അവരോട് തന്നെയാണ്. മനസ്സിലായില്ലേ? അവരുടെ സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി പ്രയോഗിച്ച് അവരുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനപ്പുറം നാടിനോട് ഒരു പ്രതിബദ്ധതയില്ലാത്തവരാണ് ഏതാണ്ട് ഒരു 70% ഉദ്യോഗസ്ഥരും. ഇതിനെയൊക്കെ പരിഷ്കരിക്കുന്ന ഒരു സംവിധാനം വന്നെങ്കിൽ മാത്രമേ, കാരണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ ഈ ഉദ്യോഗസ്ഥ സംഘടനകളെ ആവശ്യമാണ്. അവരുടെ വോട്ട് ബാങ്കുകളാണ് അതൊക്കെ. രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇവരെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രഷർ അതിൻ്റെ മേലെ ഇടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വിഷ്യസ് സർക്കിളാണ് നമ്മുടെ പുരോഗതിയെ, നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിന് പലപ്പോഴും ഒരൊറ്റ സിംഗിൾ പ്രോജക്റ്റുകൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 വർഷം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആദ്യമാകട്ടെ, അവർ അല്ലെ 10 വർഷം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ, അവർക്കൊരു 10 വർഷത്തിനിടയ്ക്കത്തെ പറയാനുള്ളത് വിരലിലുണ്ടാവുന്ന വലിയ പ്രോജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓരോ പഞ്ചായത്തിലും ഉണ്ടായ വലിയ മാറ്റങ്ങളെ പലപ്പോഴും നമുക്ക് ആ മട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. 100 കണക്കിന് പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് ഫൈനലി എത്തുന്നത് 8-10 പ്രോജക്റ്റുകളാണ് പലപ്പോഴും. റോഡുകളും പാലങ്ങളും അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിൻ്റെ നവീകരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബൃഹത് പദ്ധതികൾ എടുക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഗവൺമെൻറ് സ്വപ്നം കാണുന്ന പദ്ധതികളെല്ലാം പ്രായോഗിക തലത്തിൽ എത്തുന്നതിന് പലപ്പോഴും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എപ്പോഴെങ്കിലും മത്സരിക്കോ? സാധ്യതയില്ല, ഇല്ല.